We shall now discuss the laws of photoelectric emission. ഇതിൽ ആദ്യത്തെ ലോ, the photoelectric current is directly proportional to intensity of incident radiation. ഇൻസിഡൻറ്റ് റേഡിയേഷൻ എക്സ് ആക്സിസിലും ഫോട്ടോഇലക്ട്രിക് കറണ്ട് വൈ ആക്സിസിലും കൂടി ഗ്രാഫ് വരയ്ക്കുമ്പോൾ ദ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ഷോസ് ദാറ്റ് ഫോട്ടോ കറണ്ട് ആൻഡ് ഇൻറ്റൻസിറ്റി ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇനി രണ്ടാമത്തെ ലോയിൽ പറയുന്നത് ദ കൈനറ്റിക് എനർജി ഓഫ് ദി എമിറ്റഡ് ഫോട്ടോ ഇലക്ട്രോൺസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഫ്രീക്വൻസി ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി. അപ്പോൾ എമിറ്റഡ് ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി അത് കൂടുതൽ കൈനറ്റിക് എനർജിയിൽ എമിറ്റഡ് ആവണമെങ്കിൽ ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് വിൽ ബി ഗ്രേറ്റർ. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഇൻറ്റൻസിറ്റി. ഇനി കൈനറ്റിക് എനർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും അല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ദി എമിറ്റഡ് ഫോട്ടോ ഇലക്ട്രോൺ ആൻഡ് ഓൾസോ ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ്സ് ഓൺ ദി ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി. പിന്നെ പറയുന്നത് ഫോർ ഈച്ച് മെറ്റൽ ദർ ഇസ് എ ത്രഷോൾഡ് ഫ്രീക്വൻസി ബിലോ വിച്ച് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ ആ ത്രഷോൾഡ് ഫ്രീക്വൻസിയിലും താഴെയുള്ള ഫ്രീക്വൻസി ഉള്ള ഇൻസിഡൻറ്റ് റേഡിയേഷൻ വന്ന് വീണ് കഴിഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ആവുന്നില്ല. ആൻഡ് ദി ഫോർത്ത് ലോ ഈസ് ദാറ്റ് ദ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് ആൻ ഇൻസ്റ്റൻറ്റേനിയസ് പ്രോസസ്സ്. ലൈറ്റ് വന്ന് വീഴുന്നതും ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ആവുന്നതും തമ്മിൽ ദർ ഇസ് നോ ടൈം ഡിലേ, ദർ ഇസ് നോ ടൈം ലാഗ്. വിത്തിൻ 10⁻⁹ സെക്കൻഡ്സ് ലൈറ്റ് വന്ന് വീണ് 10⁻⁹ സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ആവുന്നുണ്ട്. ഇനി ഹൗ ക്യാൻ വി എക്സ്പ്ലെയിൻ ഓൾ ദീസ് ഒബ്സേർവ്ഡ് ഫിനോമിനൻ? വേവ് തിയറി ഉപയോഗിച്ച് നമുക്ക് ഈ ഫിനോമിനൻ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ വി ആർ മേക്കിംഗ് യൂസ് ഓഫ് ക്വാണ്ടം തിയറി. മാക്സ് പ്ലാങ്ക് പ്രൊപ്പൗണ്ട് ചെയ്ത ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ വെച്ചിട്ടാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. And a satisfactory explanation to photoelectric effect was given by Einstein. So Einstein explained photoelectric effect based on quantum theory. Quantum theory അനുസരിച്ച് light or radiation is emitted or absorbed not continuously but discontinuously in the form of small packets of energy. ആ പാക്കറ്റ്സ് ഓഫ് എനർജിനെയാണ് നമ്മൾ ക്വാണ്ടം ഓഫ് റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ക്വാണ്ടം തിയറി ലൈറ്റ് ഓർ റേഡിയേഷൻ ഈസ് അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് നോട്ട് കണ്ടിന്യൂസ്ലി ബട്ട് ഡിസ്കണ്ടിന്യൂസ്ലി ഇൻ ദ ഫോം ഓഫ് സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി കോൾഡ് ക്വാണ്ട ഓഫ് റേഡിയേഷൻ. ക്വാണ്ടം എന്നുള്ളതാണ് സിംഗുലർ. ആൻഡ് ഈച്ച് എനർജി ക്വാണ്ടം ഹാസ് ആൻ എനർജി ഈക്വൽ ടു എച്ച് ന്യൂ. അപ്പോൾ എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി. അവിടെ വരുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് ഈ പ്രൊപ്പോർഷണൽ ടു ന്യൂ ആൻഡ് ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ഈസ് എ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്ന പ്രോസസ്സിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ലൈറ്റ് ഈസ് അബ്സോർബ്ഡ്, ലൈറ്റ് consist of packets of energy or quantum of radiation. The light quanta are called photons. Light quanta are called photons. So each photon has an energy h nu. ഇനി ഒരു ഫോട്ടോൺ ഈസ് അബ്സോർബ്ഡ് ബൈ എ സിംഗിൾ ഇലക്ട്രോൺ. ഈ മെറ്റൽ സർഫസിലെ ഒരു ഇലക്ട്രോൺ ഒരു ഫോട്ടോണിനെ അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് ആ ഇലക്ട്രോണിന് ന്യൂക്ലിയർ അട്രാക്ഷൻ ഓവർകം ചെയ്യാൻ വേണ്ട എനർജി, അതിന് പറയുന്ന പേരാണ് ദ മിനിമം എനർജി റിക്വയേർഡ് ബൈ ആൻ ഇലക്ട്രോൺ ടു എസ്കേപ്പ് ഫ്രം ദി മെറ്റൽ സർഫസ്. ദാറ്റ് ഈസ് കോൾഡ് വർക്ക് ഫംഗ്ഷൻ φ0 ആൻഡ് ദി ഇക്വേഷൻ ഓഫ് വർക്ക് ഫംഗ്ഷൻ ഈസ് എച്ച് ന്യൂ സീറോ. φ0 ഈക്വൽ ടു എച്ച് ന്യൂ സീറോ. അപ്പോൾ ജസ്റ്റ് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ, മെറ്റൽ സർഫസിൽ നിന്ന് ജസ്റ്റ് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ ഫ്രീക്വൻസി ന്യൂ സീറോ ഉള്ള റേഡിയേഷൻ വന്ന് വീണ് കഴിഞ്ഞാൽ അതിന് ആ ഇലക്ട്രോണിനെ ജസ്റ്റ് മെറ്റലിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഫ്രീക്വൻസിനെയാണ് നമ്മൾ ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇതിലും താഴെയുള്ള ഫ്രീക്വൻസിയാണ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ എങ്കിൽ ഇറ്റ് കനോട്ട് എസ്കേപ്പ് ഫ്രം ന്യൂക്ലിയർ അട്രാക്ഷൻ. അപ്പോൾ ഒരു ഫോട്ടോൺ മെറ്റൽ സർഫസിൽ വന്ന് വീഴുമ്പോൾ ഒരു ഇലക്ട്രോൺ അതിനെ അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് അതിലെ എനർജി ഒരു ഭാഗം ന്യൂക്ലിയർ അട്രാക്ഷനെ ഓവർകം ചെയ്യാൻ ഉപയോഗിക്കുന്നു, φ0 ആയിട്ട് ഉപയോഗിക്കുന്നു. ഇനി ബാക്കി എനർജി ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ അപ്പിയർ ആസ് കൈനറ്റിക് എനർജി ഓഫ് ദി എമിറ്റഡ് ഫോട്ടോ ഇലക്ട്രോൺ. സോ ദി എനർജി ഓഫ് എ ഫോട്ടോൺ എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു the energy of a photon h nu is equal to work function plus kinetic energy.
ഇനി കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എച്ച് ന്യൂ മൈനസ് ഫൈവ് സീറോ അങ്ങനെ എഴുതാം. അപ്പോൾ അക്കോർഡിംഗ് ടു ക്വാണ്ടം തിയറി ലൈറ്റ് is made up of photons of energy h nu, and when a photon of energy h nu is incident on a metal surface, electrons are emitted. A part of the photon energy is used as work function, and the remaining part of photon energy appears as kinetic energy of the emitted photoelectrons. So the work function phi 0 is equal to അത് നമുക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. വർക്ക് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് എച്ച് ന്യൂ സീറോ. അപ്പോൾ ഇതാണ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. എച്ച് ന്യൂ ഇസ് ഈക്വൽ ടു ഫൈവ് സീറോ പ്ലസ് കെ ഇ എന്നുള്ളതാണ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. എഗെയിൻ ഫൈവ് സീറോ എന്നുള്ളതിന് പകരം എച്ച് ന്യൂ സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ വി ഓൾസോ നോ ദാറ്റ് കൈനറ്റിക് എനർജി ഈസ് റിലേറ്റഡ് ടു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇ വി സീറോ അല്ലേ. മാക്സിമം കൈനറ്റിക് എനർജി ഉള്ള ഇലക്ട്രോൺസിനെയും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ട പൊട്ടൻഷ്യലാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അതിനെയും റിപ്പൽ ചെയ്യാൻ ആവശ്യമായ നെഗറ്റീവ് വോൾട്ടേജിനെയാണ് നമ്മൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷനിൽ കൈനറ്റിക് എനർജിക്ക് പകരം ഇ വി സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് ഇ വി സീറോ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ. അതായത് വി സീറോ ഇസ് ഈക്വൽ ടു എച്ച് ബൈ ഇ ഇൻറ്റു ന്യൂ ഇ എന്നുകൊണ്ട് ഡിവൈഡ് ചെയ്തു ത്രൂ ഔട്ട് മൈനസ് എച്ച് ന്യൂ സീറോ ബൈ ഇ. V0 is equal to h by e into nu minus h nu 0 by e. So if we look at this equation, this is similar to the equation of a straight line. Y is equal to, this is similar to the equation of a straight line, y equal to mx plus c. അപ്പോൾ ഇവിടെ m എന്നുള്ളതാണ്, this is ഇവിടെ we have plotted graph between, earlier we have plotted graph between stopping potential V0 and nu, the frequency along the x-axis and stopping potential V0 along the y-axis. Stopping potential V0 along y-axis and frequency nu along the x-axis, and the graph obtained is a straight line. ഇപ്പോൾ മെറ്റൽ എ ഇതിന് നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടി. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി ന്യൂ എന്നുള്ളത് ഈ പോയിന്റിൽ ദ ഫ്രീക്വൻസി ഇൻ ദ ഗ്രാഫ് ബിറ്റ്വീൻ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആൻഡ് ഫ്രീക്വൻസി ഈസ് പ്ലോട്ടഡ് അലോങ് ദ എക്സ് ആക്സിസ്. വി ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഇൻക്രീസ് ചെയ്യുന്നു. കൂടുതൽ ഫ്രീക്വൻസി ഉള്ള റേഡിയേഷൻ വന്നു വീണാൽ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. അപ്പോൾ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ട നെഗറ്റീവ് വോൾട്ടേജും കൂടുതലാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഫോർ മെറ്റൽ എ. ഇനി ഈ പോയിൻ്റ് ഇറ്റ് കറസ്പോണ്ട്സ് ടു സീറോ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഇവിടുത്തെ വൈ കോർഡിനേറ്റ് സീറോ ആണ്. അപ്പോൾ ഈ ഫ്രീക്വൻസി ത്രഷോൾഡ് ഫ്രീക്വൻസിയാണ്. ഇനി ഇതേപോലെ വേറൊരു മെറ്റലിന് ഇഫ് യു പ്ലോട്ട് എ ഗ്രാഫ് ഫോർ അനദർ മെറ്റൽ, ദ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. മെറ്റൽ ബി എടുത്തു. അപ്പോൾ ഈ മെറ്റൽ എക്ക് കിട്ടിയതിന് പാരലലായിട്ടുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് മെറ്റൽ ബി കിട്ടുന്നത്. അപ്പോൾ ഈ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ദ സെയിം സ്ലോപ്പ്, രണ്ടിനും സെയിം സ്ലോപ്പാണ്. ഹിയർ ദ ത്രഷോൾഡ് ഫ്രീക്വൻസി ഈസ് ഡിഫറെൻറ്റ് ഫോർ ദി മെറ്റൽ ബി. അപ്പോൾ സ്ലോപ്പ് ഈസ് ദ സെയിം. ഇവിടെ സ്ലോപ്പ് ഓഫ് ദ ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ y ഈക്വൽ ടു mx പ്ലസ് c ആണ്. അപ്പോൾ ഈ രണ്ടും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് ദ സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് ഈസ് എച്ച് ബൈ ഇ. അപ്പോൾ ഈ രണ്ട് ഗ്രാഫിൻ്റെയും സ്ലോപ്പ് എച്ച് ബൈ ഇ ആണ്. ഈ സ്ലോപ്പിനെ ഇഫ് യു മൾട്ടിപ്ലൈ ബൈ ദി ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ വി വിൽ ഗെറ്റ് ദ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. ദ സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് ഈസ് എച്ച് ബൈ ഇ ആൻഡ് ഇഫ് യു മൾട്ടിപ്ലൈ ദ സ്ലോപ്പ് ബൈ ചാർജ് ഓഫ് ഇലക്ട്രോൺ വി വിൽ ഗെറ്റ് ദി പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. ഇനി അതേപോലെ ഈ ഗ്രാഫിൽ നിന്ന് y ഈക്വൽ ടു mx പ്ലസ് c. അപ്പോൾ ഇവിടെ c ആണ് y ഇൻ്റർസെപ്റ്റ്. അതിന് ഈക്വലൻ്റ് ആയിട്ട് ഇവിടെ വരുന്നത് എച്ച് ന്യൂ സീറോ ബൈ ഇ, ഓർ വി ക്യാൻ സേ ഇറ്റ് ഈസ് എച്ച് ന്യൂ സീറോ പറഞ്ഞാൽ ഫൈവ് സീറോ ബൈ ഇ ആണ്, മൈനസ് ഫൈവ് സീറോ ബൈ ഇ അല്ലേ. സി എന്നുള്ളതിന് പകരം ഇവിടെ വരുന്നത് മൈനസ് ഫൈവ് സീറോ ബൈ ഇ ആണ്. സോ ദിസ് ഈസ് ദ വൈ ഇൻ്റർസെപ്റ്റ് ഓഫ് ദി ഗ്രാഫ്. y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നുള്ളതുമായിട്ട് കമ്പയർ ചെയ്ത് വി ഗെറ്റ് എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ ബൈ ഇ ഓർ ഫൈവ് സീറോ ബൈ ഇ ഈസ് ദ വൈ ഇൻ്റർസെപ്റ്റ് ഓഫ് ദി ഗ്രാഫ്.
ഈ y ഇൻ്റർസെപ്റ്റിനെ if we multiply by E, we will get the work function of the metal. So ഐൻസ്റ്റീൻസ് എക്സ്പ്ലനേഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ ഡിസ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മില്ലിക്കൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഹി performed the experiment. Millikan performed a series of experiment on photoelectric effect using different materials like sodium and other alkali metals, and every time he calculated the slope of the graph. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഫ്രീക്വൻസിയും കൂടെ പ്ലോട്ട് ചെയ്ത് ഓരോ പ്രാവശ്യവും ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് മെഷർ ചെയ്തു. എന്നിട്ട് അതിനെ മൾട്ടിപ്ലൈഡ് ബൈ ഇ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എച്ച്. അപ്പോൾ എവറി ടൈം മില്ലിക്കൻ ഒബ്റ്റെയിൻഡ് ദ വാല്യൂ ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ആസ് 6.626 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ്. അപ്പോൾ ദ വാല്യൂ ഒബ്റ്റെയിൻഡ് ബൈ മില്ലിക്കൻ ഈസ് വെരി ക്ലോസ് ടു ദ വാല്യൂ ദാറ്റ് ഈസ് ദ ആക്ച്വൽ വാല്യൂ ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ 1916 മില്ലിക്കൻ ഇൻസ്റ്റെഡ് ഓഫ് disproving the equation, Millikan proved the validity of Einstein's photoelectric equation, and Einstein was awarded the Nobel Prize for his explanation of photoelectric effect based on quantum theory, and also Millikan, who verified photoelectric equation with great precision, was also awarded the Nobel Prize. In 1921, Einstein was awarded Nobel Prize for his contribution to theoretical physics and photoelectric effect. 1923 മില്ലിക്കനും നോബൽ പ്രൈസ് കിട്ടി for his work on elementary charge of electricity. Millikan's oil drop experiment വഴി charge of for his work on the elementary charge of electricity and also on verifying the photoelectric effect.